അവിടെ ഇംഗ്ലണ്ടിന് അഗ്നിപരീക്ഷ അത് മെക്സിക്കോയ്ക്കെതിരെയാണ്. ഇംഗ്ലണ്ടിനാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ടെൻഷൻ എന്ന് തോന്നുന്നു. കാരണം മെക്സിക്കോയിലാണ് മത്സരം, ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് അസ്തക്ക. അവിടെ മെക്സിക്കോ ആരാധകരുടെ ബഹളമായിരിക്കും. എങ്ങനെയായിരിക്കും ഹാരി കെയ്നും ടീമും ഈ മത്സരത്തെ നേരിടുക? എന്തായാലും ഹാരി കെയ്നും ടീമിനും എളുപ്പമായിരിക്കില്ല. ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമുകളും ആഫ്രിക്കൻ ടീമുകളും ഈ വേൾഡ് കപ്പിൽ ഭയങ്കര ഡേഞ്ചറാണ്. അവരോടുള്ള മാച്ചുകളെല്ലാം ഭയങ്കര ടഫാണ്. യൂറോപ്യൻ ടീമുകൾക്കെല്ലാം മിക്ക മാച്ചുകളും എടുത്തു നോക്കിയാൽ മതി. ഒരിക്കലും ഒരു ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചുകളല്ല കൊടുക്കുന്നത്. ലാസ്റ്റ് 90 മിനിറ്റ്സ് വരെ നല്ല ടഫ് കോമ്പറ്റീഷൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഹാരി കെയ്നും ഇംഗ്ലണ്ട് ടീമിന് തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവരോട് കളിക്കുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മെക്സിക്കോയിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വലിയ പ്ലേയേഴ്സുകൾ വളരെ കുറവാണ്. എല്ലാവരും അത്ര ടോപ്പ് ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സ് കുറവാണ്. പക്ഷെ എല്ലാവരും ഒരു ആവറേജ് പ്ലേയേഴ്സ് ആണ്. പക്ഷെ അവർ ടീമായിട്ട് അവർ ലാസ്റ്റ് വരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ പ്രത്യേകിച്ച് ഈ ടൂർണമെന്റിൽ തന്നെ ഒരു മാച്ചുകളും തോറ്റിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇംഗ്ലണ്ടിന്റെ ഒരു കളി നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അവർ ഡിയർ കോങ്കോയോട് 2-1 ലാസ്റ്റ് ആണ് അവർ ജയിച്ചു വരുന്നത്. അത് ഹാരി കെയ്ന്റെ ഒരു ബ്രില്യന്റ് ഗോൾ കൊണ്ടാണ് കളി തന്നെ മാറിയത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും എളുപ്പമായിരിക്കില്ല ആ മാച്ച്. ഓൾറെഡി മെക്സിക്കോയിലാണ് കളി, ഫാൻസിന്റെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു പ്രതീക്ഷ ഒരിക്കലും കളി എളുപ്പമായിരിക്കില്ല, നല്ല ടഫ് തന്നെ ആയിരിക്കും. എന്തായാലും ഇംഗ്ലണ്ട് നന്നായിട്ട് പാടുപെടേണ്ടി വരും ആ ഒരു മാച്ച് വിൻ ചെയ്ത് കയറി വരണമെങ്കിൽ. ഉറപ്പായിട്ടും ഇംഗ്ലണ്ടിനെ ഒരു തരത്തിലും അടുപ്പിക്കില്ല മെക്സിക്കോ എന്നുള്ളത് സംശയമില്ല. അവിടെ മെക്സിക്കൻ തിരമാലകളായിട്ട് ഇങ്ങനെ ആരാധകർ നിൽക്കുകയാണല്ലോ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ക്വിനോനസ് എന്ന അവരുടെ ഒരു ട്രംപ് കാർഡുണ്ട് മെക്സിക്കോയ്ക്ക്. ഇംഗ്ലണ്ടിന് ഹാരി കെയ്ൻ ഗോളടി മികവിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്, വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് ഇൻഡെക്സിൽ ഇംഗ്ലണ്ടിനൊരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ടോ? ഈ ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും അതുപോലെ സാക്ക പിന്നെ ഗോർഡൻ ലാസ്റ്റ് മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നതിന് ശേഷം 2 അസിസ്റ്റാണ് ചെയ്തത്. ഇതാണ് അവരുടെ അറ്റാക്കിംഗ് ഉള്ള പറയാൻ വേണ്ടി. ഗോർഡനിലാണ് പിന്നെയും കുറച്ചും കൂടി ഒരു ഹാരി കെയ്ന് ശേഷം കൂടുതൽ ഒരു അറ്റാക്ക് വരുന്ന ഒരു പ്ലെയർ. വിങ്ങിലൂടെയാണ് നല്ല ക്രോസുകളാണ് വരുന്നത്. പിന്നെ പറയാനായിട്ട് ബെല്ലിംഗ്ഹാമാണ്. ബാക്കി പ്ലെയേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ പൂർണ്ണമായിട്ടുള്ള പെർഫോമൻസിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. സാക്കയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മസ്റ്റ് കളിക്കില്ലായിരുന്നു, പിന്നെയാണ് ഇറങ്ങി വന്നത്. അപ്പൊ റാഷ്ഫോർഡ് ഒന്നും ആ ക്ലബിലോട്ട് കളിക്കുന്ന ഒരു ഫോമിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ കൂടുതൽ അവരെ പ്രതീക്ഷ ഹാരി കെയ്നിലാണ്. ഹാരി കെയ്ന്റെ ഗോളിലാണ് അവരെ മുന്നോട്ടുള്ള യാത്ര മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൂർണമെന്റ് തന്നെ ഹാരി കെയ്ൻ 5 ഗോൾ അടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലണ്ടിന് എന്തായാലും നല്ല ടഫായിരിക്കും. അവര് പ്ലേയേഴ്സ് ഫോം ആയില്ലെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് ചിലപ്പോൾ മാറി മാറും. നമുക്കറിയാം അസ്തക്ക സ്റ്റേഡിയം എന്നുള്ളത് ഇംഗ്ലണ്ടിന് അത്ര നല്ല ഓർമ്മകളുള്ള സ്റ്റേഡിയം അല്ല. മറഡോണയുടെ ആ ദൈവിക സ്പർശമുള്ള അല്ലെങ്കിൽ കരസ്പർശമുള്ള ഗോളും നൂറ്റാണ്ടിലെ ഗോളും വരുന്നത് അതേ സ്റ്റേഡിയത്തിലാണ്, അത് ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ. അപ്പം ഈ സ്റ്റേഡിയത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വലിയ പ്രശ്നമാകും ഇംഗ്ലണ്ടിന് എന്നൊക്കെ വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. അത് ശ്വാസം എടുക്കുന്ന കാര്യത്തിൽ, ബോഡി വീക്കാവുന്ന കാര്യത്തിൽ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമായി മാറുമോ ഗിഫ്റ്റി? എന്തായാലും അവരിപ്പോ ഇത്രയും കാലമായിട്ട് അവര് ഈ വേൾഡ് കപ്പിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എല്ലാ ടീമും എന്താണ് ആറ്റിറ്റ്യൂഡ്, അവിടുത്തെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യും. എന്തായാലും അവരെ ക്ലൈമറ്റിൽ എന്തായാലും അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഓൾറെഡി അവര് ഈ 3 രാജ്യങ്ങളിലായിട്ടും പ്രാക്ടീസും കാര്യങ്ങളും കളിയായിട്ട് മുന്നോട്ട് പോവല്ലേ. അപ്പൊ അതുകൊണ്ട് അത്ര പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമില്ല. അപ്പൊ പിന്നെ ഒരു ഹോം അഡ്വാൻറ്റേജ് എപ്പോഴും മെക്സിക്കോയ്ക്ക് ഉണ്ടാവും. അതെന്തായാലും ഫാൻസ് ആണെങ്കിലും പിന്നെ അവരവിടെ കളിച്ച് നിൽക്കുന്ന ടീമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു രീതി ഉണ്ടാവുമെന്ന് മാത്രമാണ് എന്ന് പറയാനുള്ളത്. ഓക്കെ, എന്താണ് ഗിഫ്റ്റി ലാസ്റ്റ് ഇനി ഗിഫ്റ്റിലേക്ക് അവസാനമായി തന്നെ വേറെ നല്ല 2 മത്സരത്തിലെയും സ്കോർ കാർഡ് പ്രൊഡിക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് നോക്കും. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കളി ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലോട്ട് പോകുന്നതാണ് എന്റെ പ്രതീക്ഷ. 1-1 ഡ്രോ പെനാൽറ്റി ഷൂട്ട് ഔട്ടാണ് ഞാൻ നോർവേയും ബ്രസീലും കളി പ്രതീക്ഷിച്ചത്. ഓക്കെ, ഇംഗ്ലണ്ട് മെക്സിക്കോ രണ്ടാമത്തെ ഇംഗ്ലണ്ട് മെക്സിക്കോ എന്റെ പ്രതീക്ഷ മെക്സിക്കോ 1 ഗോളിന് ജയിക്കുമെന്നാണ്. ഇംഗ്ലണ്ട് ആരാധകർ നെഞ്ചുരുകും ഗിഫ്റ്റിയുടെ പ്രവചനം കേട്ടാൽ. അല്ല, എനിക്ക് തോന്നുന്നത് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഈ വേൾഡ് കപ്പിൽ ഭയങ്കര ശക്തിയാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇംഗ്ലണ്ടിൽ ജയിച്ചു പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊരു പ്രതീക്ഷ. ഞാൻ ഇന്നലെ പറഞ്ഞു ഫ്രഞ്ച് നിരക്ക് ഒരിക്കലും അവരെ ഫുൾ ആധിപത്യം പുലർത്താൻ പറ്റില്ല പരാഗ്വേന്റെ അടുത്ത്. ഇന്നലെ എങ്ങനെ 1 ഗോളിലാണ് അവര് രക്ഷപ്പെട്ടു പോകുന്നത്. അത്രയും പേരായിട്ട് നിര ഗോളടി യന്ത്രങ്ങളൊക്കെ എംബാപ്പയും അതുപോലെ തന്നെ ഡെമ്പലൊക്കെ ഉള്ള ടീമിൽ നിന്നാണ് ഇന്നലെ അവർ അത്രയും ബുദ്ധിമുട്ടിയ ഒരു ഗോളായി കയറി വരാൻ വേണ്ടി. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും ഇന്നത്തെ മാച്ച് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് മാൻ. ഗിഫ്റ്റി ഗ്രേഷ്യസ് ആണ് ചേർന്നത്, കേരള ഫുട്ബോൾ പ്ലെയർ. ഗിഫ്റ്റി സൂചിപ്പിച്ചതുപോലെ ആണ് മത്സരം പോകുന്നതെങ്കിൽ ഇംഗ്ലണ്ട് 3 ലയൺസിന് കടുകട്ടിയായിരിക്കും പോരാട്ടം മെക്സിക്കോയ്ക്കെതിരെ. അവരുടെ സ്വന്തം ഗ്രൗണ്ടാണ്. ഇനി ബ്രസീൽ നോർവേ പോരാട്ടം ബ്രസീൽ ഒട്ടും എളുപ്പമായിരിക്കില്ല. ബ്രസീൽ ആരാധകർക്ക് ടെൻഷനുണ്ട്. സ്വാഭാവികമായും ഹാളണ്ട് പോലുള്ള ഒരു വൻമരം അവിടെ നോർവേക്ക് വേണ്ടി നിൽക്കുന്നു.